ഡിയർ സ്റ്റുഡൻസ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് വ്യാവസായിക മേഖലാ പരിഷ്കാരങ്ങൾ, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ വിദേശ നാണയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്താണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണം ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ളതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് സ്വകാര്യവൽക്കരണം എന്താണ് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് പ്രൈവറ്റൈസേഷൻ. Privatization means giving away ownership or management of government enterprises to private companies. സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പോട് കൂടിയിട്ട് കുറേയധികം സ്ഥാപനങ്ങൾ നമ്മളുടെ എക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്കണോമിയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഷെയറുകൾ പ്രൈവറ്റ് ഫേംസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിന് വിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1980 കാലഘട്ടത്തിൽ ഈ ഒരു സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ആഗോള പ്രവണതയായിട്ട് കണക്കാക്കിയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം രാഷ്ട്രങ്ങളിൽ ഈ ഒരു പ്രവണത കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു നയമായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ എക്കണോമിയിൽ ഘടനാപരമായിട്ടുള്ള പുനഃസംഘടനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്വകാര്യവൽക്കരണം നടത്തിയിട്ടുള്ളത്. പല രൂപത്തിലുള്ള സ്വകാര്യവൽക്കരണങ്ങളും നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നിക്ഷേപം അല്ലെങ്കിൽ ഓഹരികൾ ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് വിൽപ്പന ചെയ്യുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് സെല്ലിംഗ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇക്വിറ്റി ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഗവൺമെൻറ് അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വിൽപ്പന നടത്തുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ച കുറേയധികം ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ദ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എയിംസ് ആറ്റ് ഇംപ്രൂവിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. PSU മീൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ത്രൂ സുപ്പീരിയർ മാനേജ്മെൻറ്റ് ടെക്നിക്സ്. മികച്ച മാനേജ്മെൻറ്റ് ടെക്നിക്കുകളിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എയിമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഇംപ്രൂവിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ത്രൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ധനപരമായിട്ടുള്ള അച്ചടക്കത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. കൃത്യമായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഓപ്പറേഷൻസൊക്കെ എക്കണോമിയിൽ നടത്തുക വഴി നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതും ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ലക്ഷ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് എൻഹാൻസിങ് എബിലിറ്റി ഓഫ് കമ്പനീസ് ടു റേസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ മാർക്കറ്റ്. വിപണിയിൽ നിന്ന് ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ദെൻ അതേപോലെ തന്നെ റേസിംഗ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ് ഫ്രം സെയിൽ ഓഫ് ഇക്വിറ്റി. സർക്കാരിൻ്റെ ഓഹരി വിൽക്കുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇക്കണോമിയിൽ അവതരിപ്പിക്കുന്നത്. ഈ പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് പല സർക്കാർ സ്ഥാപനങ്ങളിലും ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി നടപ്പിലാക്കുകയുണ്ടായി.
മുൻഗണനാ മേഖലയിൽപ്പെടാത്ത സ്ഥാപനങ്ങളും ഗവൺമെൻറ് എന്ത് ചെയ്തു, അത് മുഴുവനായിട്ടും പ്രൈവറ്റ് മേഖലകളിലേക്ക് വിൽപ്പന നടത്തി. മോഡേൺ ബ്രെഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആ ഒരു പോളിസീസൊക്കെയാണ് ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറേയധികം സ്ഥാപനങ്ങൾ ഇതേപോലെ തന്നെ ഒരുവിധം നന്നായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ലാഭമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട്. പെട്രോളിയം, ഉരുക്ക്, വൈദ്യുതോൽപാദനം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ നന്നായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങൾക്ക് ധനപരവും പ്രവർത്തനപരവുമായ മാനേജ്മെൻറ്റ് സംബന്ധവുമായ സ്വയം ഭരണാധികാരം നൽകുകയും ചെയ്തു. ഓക്കെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണാധികാരങ്ങളൊക്കെ നൽകി. അപ്പോൾ ഈ സ്വയം ഭരണാധികാരം നൽകിയത് നവരത്ന വിഭാഗത്തിൽപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറേയധികം സ്ഥാപനങ്ങളുണ്ട്. അതിൽ നവരത്നങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറേയധികം സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വയംഭരണ അധികാരം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നവരത്നങ്ങളിൽ പെടുന്ന പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഈ 9 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC. ഓക്കെ, ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് സ്വയംഭരണാധികാരം ഗവൺമെൻറ് നൽകുകയുണ്ടായി. അതേപോലെ തന്നെ നവരത്നങ്ങളിൽപ്പെടുന്ന മറ്റൊരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, HPCL. ദെൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, BPCL. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് ONGC. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SAIL. ഇന്ത്യൻ പെട്രോകെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, IPCL. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, BHEL. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC. ദെൻ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, VSNL. ഓക്കെ, ഇതൊക്കെയാണ് നവരത്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിയിലെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്. പിന്നീട് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ഈ നവരത്ന ഗണത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അതിലൊന്നാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദാറ്റ് ഈസ് GAIL. ഓക്കെ, ദെൻ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, MTNL. ഓക്കെ, അപ്പോൾ ഈ ഒരു മേൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥാപനങ്ങളിൽ, നവരത്നങ്ങളിൽ VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതുപോലെ തന്നെ IPCL, ഇന്ത്യൻ പെട്രോകെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പിന്നീട് സ്വകാര്യവൽക്കരണം നടത്തുകയുണ്ടായി. സ്വയംഭരണാധികാരം കൊടുക്കുകയും അതിനുശേഷം പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന 97 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മിനി രത്നങ്ങൾ എന്ന പദവി ഈ ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നൽകുകയുണ്ടായി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രൈവറ്റൈസേഷനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. ന്യൂ എക്കണോമിക് പോളിസിയുടെ മറ്റൊരു പില്ലറായിട്ടുള്ള ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം. എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ലോകത്ത് ലഭ്യമാകുന്ന, ഓരോ രാഷ്ട്രങ്ങളിലും ലഭ്യമാകുന്ന സാധനങ്ങളുടെയും സേവനങ്ങളെയും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഗ്ലോബലൈസേഷന് ഫേമസ് നോബൽ ജേതാവായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ആഗോളവൽക്കരണത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് fundamentally globalization is the closer integration of countries and peoples of the world, which has been brought about by the enormous reduction of cost of transportation and communication and the breaking down of artificial barriers to the flow of goods, services, capital, knowledge, to a lesser extent knowledge, people across borders. That is the definition given by Joseph Stiglitz. This is the definition given by Joseph Stiglitz. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ലോകത്തിലെ രാജ്യങ്ങളുടെയും ജനതകളുടെയും
കൂടുതലടുത്ത ഏകീകരണമാണ് ആഗോളവൽക്കരണം. ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും വൻതോതിലുണ്ടായ ചിലവ് കുറവും സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം എന്നിവയ്ക്ക് കുറച്ചൊക്കെ ജനങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന മതിലുകൾ തകർന്നടിഞ്ഞതുമാണ് ഈ ഏകീകരണം കൈവരുത്തിയത്. അതായത് ആഗോളമായിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ്, കമ്മ്യൂണിക്കേഷൻസ്, ദെൻ ക്യാപിറ്റൽ, ഇവയൊക്കെ എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ളതുപോലെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഗോളവൽക്കരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിർവചനത്തിൽ നിന്ന് നമുക്ക് ആഗോളവൽക്കരണം എന്നാൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലോസർ ഇൻറ്റഗ്രേഷൻ ഓഫ് കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി. ദെൻ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ, നോളജ് ആൻഡ് പീപ്പിൾ അക്രോസ് നാഷണൽ ബോർഡേഴ്സ്. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തികൾ അപ്പുറത്തേക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒഴുക്ക്. ഓക്കെ, നമുക്കറിയാം ഈ ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ക്യാപിറ്റലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇക്കണോമീസും എന്താണ്, ഓപ്പൺ ഇക്കണോമീസ് ആയിട്ട് മാറി. അവരുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ അവരുടെ ഗുഡ്സും സർവീസസും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാവാനായിട്ട് തുടങ്ങി. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് സർവീസ്, അതേപോലെ തന്നെ മറ്റു കുറേയധികം സേവനങ്ങൾ അല്ലേ, ഇൻ്റർനെറ്റ് സർവീസസ്, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ, ഇതൊക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ്, ഇതൊന്നും നമ്മളുടെ ഇക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇതൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ഇത്തരം ഗുഡ്സും സർവീസസൊക്കെ ഇവിടെ ലഭ്യമാവാൻ കാരണമായിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്സ് ത്രൂ റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്ന മറ്റൊരു ഘടകമാണ് എന്താ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ചെലവ് കുറയുന്നതിലൂടെയുള്ള കമ്പോള വികസനം. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറയുന്നത് കൊണ്ട് ഈ എക്സ്റ്റേണൽ ബാരിയേഴ്സൊക്കെ, എക്സ്റ്റേണൽ അഫെയർസിലുണ്ടാകുന്ന ബാരിയേഴ്സിലൊക്കെ കുറവ് സംഭവിക്കും. ഓക്കെ, അന്താരാഷ്ട്ര വിനിമയത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ അവയൊക്കെ കുറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു. അത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കുന്നതിന് കാരണമായി. അതിലൂടെ എന്ത് സംഭവിക്കാം, ഓരോ ഇക്കണോമിയുടെയും മാർക്കറ്റ്, കമ്പോളം വികസിക്കുന്നതിനത് കാരണമായി. ഓക്കെ, ഇനി പ്രസിദ്ധ നോബൽ പ്രൈസ് ജേതാവ് അമർത്യ സെൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് നോക്കാം. ഹി സേസ് ദാറ്റ് ഗ്ലോബലൈസേഷൻ ആസ് എ ഫിനോമിനൻ നോട്ട് എ പോളിസി. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു നയമല്ല, ഇതൊരു പ്രതിഭാസമാണ്. ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അനന്തരഫലമായിട്ട് ആഗോളവൽക്കരണത്തെ കാണുന്ന സാമ്പത്തികകാര്യ വിദഗ്ധരും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമർത്യ സെന്നിൻ്റെ അഭിപ്രായത്തിൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് അല്ലേ. സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ആഗോളവൽക്കരണത്തിനെ അദ്ദേഹം കണ്ടത്. ഇതല്ല കുറേ ഈ പ്രൈവറ്റൈസേഷൻ്റെയും അതുപോലെ തന്നെ ലിബറലൈസേഷൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധരും കുറേയധികമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.